എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്ന കല്യാണി എന്ന കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. വൈകിട്ട് 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ KSRTC ബസ് സ്റ്റാൻഡിന്റെ പുറകുവശത്തുള്ള ചുറ്റുമതിൽ അപകടാവസ്ഥയിലാണ്. 30 വർഷത്തിലേറെ പഴക്കമുള്ളതും 20 അടിയിലേറെ ഉയരമുള്ളതുമായ ചുറ്റുമതിലാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. മതിലിന്റെ പല ഭാഗങ്ങളിലും വിള്ളലുകളും രൂപപ്പെട്ടിരിക്കുന്നു. മതിലിനോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിടത്തിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളവും ഓയിലും മതിലിലൂടെ വരുന്നതും പതിവായിരിക്കുകയാണ്. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുന്നു. മഴക്കാലമാകുന്നതിന് മുൻപ് മതിലിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശാശ്വതമായ പരിഹാരം ഇതുവരെ ഉണ്ടായില്ല എന്നാണ് പരാതി. ഈ മതിൽ ഇത്രയും ഉയരത്തിൽ വിണ്ട് കീറിയിരിക്കുന്ന അവസ്ഥയിലായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. പല ഘട്ടങ്ങളിലും നഗരസഭ ഇത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയുണ്ടായി. പക്ഷേ ഒരു നടപടിയും KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതുകൊണ്ട് വളരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം തന്നെ ആരംഭിക്കുന്ന നിലയിലേക്ക് ഈ സംഭവം മാറിയിരിക്കുകയാണ്. ഇവിടെ ദിനംപ്രതി 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ റോഡ് വഴി സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ദേവാലയം, ഒരു അമ്പലം, ഇങ്ങനെ 100 കണക്കിന് ആളുകൾ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഈ പ്രദേശത്ത് അടിയന്തരമായി ഈ മതിൽ പൊളിച്ച് പുതുക്കിപ്പണിയില്ല എങ്കിൽ വളരെ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് UDF നേതൃത്വം നൽകുന്നതാണ്.